പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 13-ാം വാക്യം. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ഒരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. എന്നാൽ നീ ആദ്യം എനിക്കൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. പ്രിയരെ, ആദ്യം നാം എന്താ ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമോ? ആദ്യത്തെ കാര്യം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമോ? ജീവിതത്തിൽ എല്ലാത്തിനും മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായി നമ്മുടെ പ്രവർത്തികളെ തമ്പുരാൻ മാനിക്കും. തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മെ അതാ പഠിപ്പിക്കുന്നത്. ആദ്യം നാം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ ദൈവം അങ്ങനെയാണ് പരിശോധിക്കുന്നത്. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പസ്തോലനായ പത്രോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രിയരെ, നമ്മുടെ വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ ദൈവം നമ്മുടെ മുമ്പാകെ ശോധന ചെയ്യുമ്പോൾ അത് നന്മയ്ക്കായി പുകഴ്ചയ്ക്കായി അത് തീരണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, എല്ലാത്തിനും മുമ്പേ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അങ്ങനെ വേദപുസ്തകം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്. എല്ലാത്തിൻ്റെയും ബിഗിനിങ്ങിൽ, എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവം മാനിക്കും. കൊടുക്കുക എന്നത് ഹല്ലേലൂയ അനുഗ്രഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ദൈവിക അനുഗ്രഹത്തിൻ്റെ വാതിൽ അങ്ങനെയാണ് തുറക്കുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. മുമ്പേ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. എല്ലാത്തിനും മുമ്പേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവനാമത്തെ നാം ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് യഹോവയുടെ വിശുദ്ധന്മാരെ വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുന്നത്. യഹോവയുടെ വിശുദ്ധന്മാരുടെ പ്രത്യേകത, അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. വിശുദ്ധന്മാരുടെ പ്രത്യേകത, ജീവിതത്തിൽ എല്ലാത്തിനും മുമ്പേ കർത്താവല്ലാതെ മറ്റൊന്നുമില്ല. തങ്ങളുടെ കഴിവിലോ തങ്ങളുടെ പ്രശംസയിലോ തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലോ തങ്ങളുടെ ശുശ്രൂഷയിലോ അവർ ആശ്രയിക്കത്തില്ല. അവരുടെ ആശ്രയം കർത്താവില്ല. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞ് വേദപുസ്തകം എന്തൊക്കെയാണോ പറഞ്ഞത്, എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും, ഹല്ലേലൂയ എങ്ങനെ ചമയും, അങ്ങനെ മനുഷ്യൻ വിചാരപ്പെടുന്നതൊക്കെയും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമത്രേ. അത് ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ നിങ്ങൾ ഭയപ്പെടണം. യഹോവയുടെ വിശുദ്ധന്മാരുടെ പ്രത്യേകത, അവർക്ക് ഒന്നിനും മുട്ടില്ല. യഹോവയുടെ വിശുദ്ധന്മാർക്ക് ഒന്നിനും മുട്ടില്ല. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് ജീവിതത്തിൽ വലുത് ദൈവമാണ്. ഒന്നാമത് ദൈവമാണ്. സകലത്തിന് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു: ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എല്ലാത്തിനും മുമ്പേ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു നന്മയ്ക്കും മുടക്കം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ ലോകത്തിൻ്റെ ജാതികൾ നന്മ അന്വേഷിക്കുമ്പോൾ, ലോകജാതികൾ തങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യമാണ് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുന്നു: ആദ്യം നീ ദൈവത്തെ അന്വേഷിക്കണം. ആദ്യം ഏലിയാവ് പറഞ്ഞതുപോലെ ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് പറയുന്ന ഈ ഒരു വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നാം ദൈവത്തിന് കൊടുക്കുമോ? ആദ്യം ദൈവത്തെ കാണുമോ?
ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുമോ, അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ അങ്ങനെ കൊടുക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതിന് തക്കവണ്ണം പ്രതിഫലം തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രിയരെ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് ലൂക്കോസ് 6:33 പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾ എന്താണോ ആദ്യം ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ദൈവത്തിനാണോ പ്രയോറിറ്റി, അങ്ങനെയെങ്കിൽ കർത്താവും പറയും. കർത്താവും ഇങ്ങനെ തന്നെ രാവിലെ പറയുന്നു. ഹല്ലേലൂയ. എല്ലാത്തിനും മുമ്പേ ബ്രദറെ, സിസ്റ്ററെ, നീ എൻ്റെ പ്രയോറിറ്റി. നിൻ്റെ വിഷയമാണ് ദൈവത്തിൻ്റെ പ്രയോറിറ്റി. കാരണം നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തപ്പോൾ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ ദൈവവും പറയും എല്ലാത്തിനും മുമ്പേ എനിക്ക് ഇന്ന ബ്രദറിൻ്റെ, ഇന്ന സിസ്റ്ററിൻ്റെ കാര്യം ചെയ്യണം. ഒരു തീരുമാനമെടുക്കുമോ, മുമ്പേ നീ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നീ എന്തു വിതയ്ക്കുന്നു അത് തന്നെ നീ കൊയ്യും. നീ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. നീ വിതയ്ക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ ദൈവവും നിനക്ക് ഒന്നാം സ്ഥാനം തരും. കർത്താവിന് വേണ്ടി നീ ഇറങ്ങിപ്പുറപ്പെട്ടോ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് ഹല്ലേലൂയ പറഞ്ഞ ആ വാക്യത്തെ അബ്രഹാം അക്ഷരം പ്രതിയായി അനുസരിച്ചു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്രഹാമേ, നീ നിൻ്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായിക കൊണ്ട്, നീ അവനെ തരാൻ മടിക്കായിക കൊണ്ട് നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ആദ്യം ദൈവത്തിന് പ്രയോറിറ്റി, ആദ്യം ദൈവത്തിന് കൊടുക്ക്, ആദ്യം ദൈവത്തെ അന്വേഷിക്കുക, ആദ്യം ദൈവം മുമ്പാകെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവം നിൻ്റെ കാര്യത്തെ ശീഘ്രത്തിൽ ചെയ്യും, മാനിക്കും. നിന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.